ഭൂമി ഏറ്റെടുക്കാനല്ല ഇപ്പോഴത്തെ സിൽവർ ലൈൻ സർവേ എന്ന സർക്കാർ വിശദീകരണത്തിൽ ആശയക്കുഴപ്പം. കഴിഞ്ഞ ഒക്ടോബറിൽ ജില്ലാ കളക്ടർമാർ പുറത്തിറക്കിയ ഉത്തരവിലെ പരാമർശങ്ങളാണ് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത്. സ്ഥലം ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായിട്ടാണ് സർവേ എന്ന പരാമർശമാണ് വിവാദത്തിന് കാരണം. സർവേക്ക് തടസ്സമുള്ള മരങ്ങൾ മുറിച്ചുമാറ്റാൻ ഈ ഉത്തരവിൽ വ്യവസ്ഥയുണ്ട്. ഉത്തരവ് സാങ്കേതികം മാത്രമാണെന്നാണ് സർക്കാർ വിശദീകരണം. സാമൂഹിക ആഘാത സർവേയുടെ ഭാഗമായുള്ള സ്വാഭാവിക നടപടി മാത്രമാണെന്നും ഭൂമി ഇപ്പോൾ ഏറ്റെടുക്കുന്നില്ല എന്നും സർക്കാർ പറയുന്നു. സർവേയുടെ ഭാഗമായി കല്ലിടാനും ഉത്തരവിൽ വ്യവസ്ഥയില്ല. TG സജിത്താണ് ചെയ്യുന്നത്. സജിത്ത്, കൂടുതൽ സങ്കീർണമാണ് കാര്യങ്ങൾ. എന്തൊക്കെയാണ് വ്യവസ്ഥകൾ, എന്തൊക്കെയാണ് നിലവിൽ ആശയക്കുഴപ്പങ്ങൾ? ഗോപി, ഈ കേരയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ ചില ആശയക്കുഴപ്പം ഉണ്ട്. നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ടതാണ് ഇന്നലെ അടക്കം ഈ കല്ലിടാനുള്ള അനുമതി നൽകിയത് ആര് എന്നത് സംബന്ധിച്ച പോലും ആശയക്കുഴപ്പമുണ്ടായത്. ഈ ആശയക്കുഴപ്പങ്ങളിലെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവാദം. അതായത് 2021 ഒക്ടോബറിലാണ് ജില്ലാ കളക്ടർമാർ, ഈ പദ്ധതി കടന്നു പോകുന്ന ജില്ലകളിലെ കളക്ടർമാർ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട അതിൻ്റെ സർവേ നടപടികളുടെ ഭാഗമായിട്ടുള്ള ഉത്തരവ് ഇറക്കുന്നത്, അതിൻ്റെ വിജ്ഞാപനം പുറത്തിറക്കുന്നത്. ഇതിലെ ചില പ്രയോഗങ്ങളാണ് പ്രശ്നം. അതായത് ഭൂമി ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായിട്ടാണ് സർവേ നടത്തുന്നതെന്ന് വളരെ വ്യക്തമായി തന്നെ ഈ വിജ്ഞാപനങ്ങളിൽ പറയുന്നുണ്ട് എന്നതാണ് വസ്തുത. സർവേ അതിര് നിർണയ നിയമപ്രകാരമാണ് ഈ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ ഭാഗമായുള്ള ഒരു സ്വാഭാവിക നടപടി എന്നാണ് സർക്കാർ ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നത്. പക്ഷേ വിശദീകരണം ഇങ്ങനെയാകുമ്പോഴും ഈ ഉത്തരവിലെ പരാമർശങ്ങൾ വളരെ ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. സർക്കാരിൻ്റെ മുൻവാദങ്ങൾക്ക് വിരുദ്ധമായി അത് മാറുന്നുണ്ട്. കാരണം ഭൂമി ഏറ്റെടുക്കാനല്ല ഇപ്പോൾ സർക്കാരിൻ്റെ നീക്കം, പദ്ധതിക്ക് അന്തിമ അനുമതിയായിട്ടില്ല, അതിനുശേഷമേ മുന്നോട്ട് പോവുകയുള്ളൂ എന്നതാണ് സർക്കാർ വിശദീകരിക്കുന്നത്. പക്ഷേ അത് ഈ വിജ്ഞാപനത്തിലെ ഈ പരാമർശമാണ് സ്വാഭാവികമായും വിവാദമുണ്ടാകുന്നത്. അത് സാങ്കേതികമാണ് എന്ന് സർക്കാർ വാദിച്ചാൽ പോലും ഇത് പ്രദേശവാസികൾക്കിടയിൽ ഉണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല. കാരണം തങ്ങളുടെ ഭൂമി ഏറ്റെടുക്കപ്പെട്ടു, തങ്ങൾക്ക് വീടും കിടപ്പാടവും നഷ്ടപ്പെടുന്നു എന്ന ഒരു വലിയ ആശങ്കയിൽ നിൽക്കുന്നതാണ് വലിയൊരു വിഭാഗം ജനങ്ങളും. അവർക്കിടയിലേക്ക് കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നതാണ് സർക്കാരിൻ്റെ ഈ വിജ്ഞാപനത്തിലെ പരാമർശങ്ങൾ. സ്വാഭാവികമായും അത് വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്നതുമുണ്ട്. ഇപ്പൊ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് ഈ ഭൂമി ഏറ്റെടുക്കുന്ന ഇടങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങളും നമ്മൾ കാണുന്നതാണല്ലോ. സാധാരണ മനുഷ്യർ ഈ ഏറ്റെടുക്കാൻ വരുന്ന ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി ഇല്ലാതെ നിസ്സഹായരായി നിൽക്കുന്ന ഉദ്യോഗസ്ഥരെയാണ് പലയിടത്തും നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൻ്റെയൊക്കെ മൂല കാരണം ഈ ഉത്തരവിലുള്ള അവ്യക്തതയും, അല്ലെങ്കിൽ ഇതുവരെ അവർക്കും അറിയില്ല കൃത്യമായി എന്താ സംഭവിക്കുന്നത് എന്നുള്ളതാണോ? സംസ്ഥാനത്തെ ഏതൊരു വികസന പദ്ധതികൾക്കും ഭാഗങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായി ഭൂമി ഏറ്റെടുക്കൽ നിയമമുണ്ട്, അതിന് കൃത്യമായ ചട്ടങ്ങളുണ്ട്. നിലവിൽ സർക്കാർ ആ വ്യവസ്ഥകൾ പ്രകാരം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇത്തരം സർക്കാരിൻ്റെ ചട്ടങ്ങളും വ്യവസ്ഥകളും പറയുന്നതിനും അപ്പുറം ഈ ഭൂമി വിട്ടുകൊടുക്കേണ്ടി വരുന്നവൻ്റെ ആശങ്കയെ മനുഷ്യത്വപരമായി നേരിടുക എന്ന സ്വാഭാവിക നീതിയുണ്ട്. ആ നീതി ലംഘിക്കപ്പെട്ടു എന്നതാണ് ഈ വിഷയങ്ങളിലെ പ്രശ്നം. അതാണ് ജനങ്ങളിൽ ഇത്ര അത് കണ്ട് പ്രതിഷേധം ഉയരുന്നതിനും കാരണം. നമ്മൾ സൂചിപ്പിക്കാം, അതായത് സാങ്കേതികമാണ് ഇപ്പോൾ പുറത്തു വന്ന, അല്ലെങ്കിൽ 2021 ഒക്ടോബറിൽ കളക്ടർമാർ പുറത്തിറക്കിയ ഉത്തരവെന്ന വാദം സർക്കാർ ഉന്നയിക്കാം. പക്ഷേ ആ വാദം ഉന്നയിക്കുമ്പോഴും ഈ ഭൂമി നഷ്ടപ്പെടുന്നവരുണ്ടാകുന്ന ആശങ്ക അത് ചെറുതല്ല. അതാണ് ഇതിൻ്റെ അകത്തെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന കാര്യവും. സ്വാഭാവികമായും ഈ സർവേ നടപടികളുടെ ഭാഗമായി ഒരു ഉത്തരവ് അല്ലെങ്കിൽ ഒരു വിജ്ഞാപനം പുറത്തിറക്കുമ്പോൾ ഇത്തരം രീതി തന്നെയാണ് മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുള്ളത് എന്നതാണ് സർക്കാരിൻ്റെ വാദം. അത് ഒരു പരിധിവരെ ശരിയാണെന്ന് നമുക്ക് കാണാം. പക്ഷേ അത് പറയുമ്പോഴും അതിൽ കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ ഈ ഉദ്യോഗസ്ഥർക്കോ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കോ ഒന്നും കഴിയുന്നില്ല എന്നതാണ് ഈ ആശയക്കുഴപ്പം കൂടുതൽ രൂക്ഷമാക്കുന്നത്. ഒപ്പം തന്നെ ഗോപി, നമുക്ക് ഒന്നുകൂടി പരാമർശിക്കാം. അതായത് ഈ വിജ്ഞാപനത്തിലെ മറ്റു ചില കാര്യങ്ങളുണ്ട്. അതായത് സർവേക്ക് ഭാഗമായി അവിടെ തടസ്സം നിൽക്കുന്ന മരങ്ങളോ കുറ്റിക്കാടുകളോ ഒക്കെ വെട്ടിമുറിക്കാൻ ഈ സർവേയുടെ ഭാഗമായ അനുമതിയുണ്ട്. അത് പൊതുവിൽ ഈ ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിൻ്റെ ഭാഗമായുള്ള വ്യവസ്ഥയാണ്. പക്ഷേ ഈ ഉത്തരവുണ്ടാക്കുന്ന ഒരു ആശയക്കുഴപ്പം വളരെ വലുതാണ്. കാരണം ഈ കല്ലെടുക്കാൻ വരുമ്പോൾ തങ്ങളുടെ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റപ്പെടുമോ എന്ന ആശങ്ക സ്വാഭാവികമായും ജനങ്ങൾക്കുണ്ടാകും. അത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നു. മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ഈ സർവേയുടെ ഭാഗമായി ഏറ്റവും അധികം വിവാദത്തിലാവുന്നത് ഈ കല്ലിടൽ നടപടിയാണ്. കല്ലുകൾ പറിച്ചെറിയലും അതുമായി ബന്ധപ്പെട്ട സമരങ്ങളുമൊക്കെ കഴിഞ്ഞ് കുറേ ദിവസങ്ങളായി നമ്മൾ കാണുന്നതാണ്. യഥാർത്ഥത്തിൽ ഈ കല്ലിടാതെയും സർവേ നടത്താമെന്നതാണ് വസ്തുത. അത് ഈ വിജ്ഞാപനത്തിൽ തന്നെ വളരെ വ്യക്തമായി തന്നെ പറയുന്നതുമുണ്ട്. അതായത്
ഏതെങ്കിലും തരത്തിലുള്ള അടയാളങ്ങൾ സ്ഥാപിക്കാനാണ് വിജ്ഞാപനത്തിലുള്ള നിർദ്ദേശം. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി വലിയ കല്ലുകൾ മഞ്ഞ കേരയിൽ നിന്ന് രേഖപ്പെടുത്തിയ കല്ലുകൾ കൊണ്ട് സ്വന്തം പറമ്പുകളിൽ സ്ഥാപിക്കുമ്പോൾ അത് സർക്കാർ ആ സ്ഥലങ്ങളിൽ അധികാരം സ്ഥാപിച്ചെടുത്തതായി മാറുന്നു എന്നതാണ് സാഹചര്യം. ഇക്കാര്യത്തിൽ സർക്കാരിന് ആശയക്കുഴപ്പം മാത്രമല്ല, അതിൽ വളരെ തരത്തിലുള്ള വീഴ്ചകൾ പറ്റി എന്ന കാര്യത്തിൽ വ്യക്തമാണ്. അതായത് കല്ലുകൾ സ്ഥാപിക്കാതെയും സർവേ നടത്താമായിരുന്നു എന്ന വസ്തുത അത് സർക്കാരിൻ്റെ ഉത്തരവിൽ തന്നെയുണ്ട്. അക്കാര്യത്തിൽ സർക്കാരിന് വലിയ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം വളരെ വ്യക്തമാണ്. എന്തായാലും ഈ ആശയക്കുഴപ്പങ്ങൾ വലിയ രീതിയിൽ തുടരുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം. ഇടുക്കി മൂലമറ്റത്ത് യുവാവിനെ വെടിവെച്ചു കൊന്നു. ബസ് ജീവനക്കാരനായ കീരിത്തോട് സ്വദേശി സനൽ ബാബുവാണ് കൊല്ലപ്പെട്ടത്. സനൽ ബാബുവിന്റെ കൂടെയുണ്ടായിരുന്ന 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. വെടിയുതിർത്ത മൂലമറ്റ സ്വദേശി ഫിലിപ്പ് മാർട്ടിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തട്ടുകടയിലുണ്ടായ തർക്കത്തിന് പിന്നാലെയാണ് ഫിലിപ്പ് മാർട്ടിൻ ആക്രമണം നടത്തിയത്. ഏകദേശം 10:30 ആയിട്ടുണ്ടാവും. 2 പേര് സ്കൂട്ടറിൽ ഭക്ഷണം കഴിക്കാൻ വന്നു. അപ്പോൾ ഓൾറെഡി ശനിയാഴ്ച ആയതുകൊണ്ട് ഭക്ഷണമൊക്കെ നേരത്തെ തീർന്നിട്ടുണ്ടായിരുന്നു. ദോശയൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിലൊരാൾ ബൈക്കിൽ തന്നെ സ്കൂട്ടറിൽ തന്നെ ഇരുന്നു. ഒരാൾ അകത്തേക്ക് കയറി വന്ന് ഭക്ഷണം കഴിച്ചു. ഇവർ തോക്കെടുത്ത് വെടി വെക്കുന്ന സമയമായപ്പോഴത്തേക്കും അവർ വണ്ടി എടുത്തുകൊണ്ട് പോയി. എല്ലാവരും കൂടി പുറകെ ചെന്നിട്ട് പിന്നെയുള്ള സംഭവം എനിക്കറിയില്ല. ഞാൻ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ മരിച്ച സംഭവവും കാര്യങ്ങളെല്ലാം അറിയണത്. ഇവിടെ ഫ്രണ്ടിൽ അവന്മാർ വണ്ടി കൊണ്ടുവന്നിട്ട് ഈ തോക്ക് കാണിച്ച് ഭയങ്കര പ്രകടനമായിരുന്നു. ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു, തെറി വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വണ്ടിയൊക്കെ കുറേ വട്ടം അവിടെ ഇട്ടിങ്ങനെ വണ്ടിയിട്ട് കറക്കി. ആ ഒരു റോഡ് സൈഡിൽ ആ സമയത്ത് വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറേ സമയം വണ്ടികളിട്ടിങ്ങനെ കറക്കി. ലൈറ്റൊക്കെ ഇട്ട് അശോക വരെ ഒന്ന് പോയി, തിരിച്ചു വന്നു, വീണ്ടും അശോക വരെ പോയി. പക്ഷേ ഒരു 200 മീറ്റർ ഗ്യാപ്പിലാണ് ഈ ടൗൺ. ആ 200 മീറ്റർ ഗ്യാപ്പിൽ 2 വട്ടം അവർ ടൗൺ വരെ പോയി, എന്നിട്ട് തിരിച്ചു വന്നു. അപ്പോൾ കുറേ ആളുകൾ, നാട്ടുകാരായിട്ടുള്ള കുറേ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒച്ചയിട്ട് ബഹളം വെച്ചപ്പോൾ ഇവർ തിരിച്ച് മൂലമറ്റത്തേക്ക് പോയി. പ്രതി ഉപയോഗിച്ച തോക്ക് കൊല്ലൻ നിർമ്മിച്ചതാണെന്നാണ് പോലീസ് കണ്ടെത്തൽ. പ്രതിയെ പിടികൂടുമ്പോൾ കാറിലുണ്ടായിരുന്ന തോക്കിൽ 2 തിര നിറച്ചിരുന്നു. 2 തിര പ്രതിയുടെ കൈവശം കണ്ടെത്തി. വിവരങ്ങളുമായി സാഗറാണ് ചേരുന്നത്. സാഗർ, എന്തൊക്കെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്, ദൃക്സാക്ഷികൾ പറയുന്നത്? ഗോപികൃഷ്ണൻ, ഇന്നലെ രാത്രിയായിരുന്നു തൊടുപുഴയ്ക്കടുത്ത് മൂലമറ്റത്ത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. തട്ടുകടയിലുണ്ടായ നിസ്സാര കാര്യത്തെ ചൊല്ലിയാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക്, ഒരാൾ വെടിവെച്ചു കൊല്ലുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഈ വെടിവെച്ച പ്രതിയായ മാർട്ടിൻ ഫിലിപ്പ് വെടിവെച്ച ആളായ ഇയാൾ തട്ടുകടയിലെത്തി ഭക്ഷണം ചോദിച്ചു. ഭക്ഷണം തീർന്നു എന്ന് പറഞ്ഞതോടെ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുകയായിരുന്നു എന്നാണ് ഇപ്പൊ കടയുടമയായ ആൾ നമ്മൾ പ്രതികരിച്ചത്. അതിനുശേഷം ഇയാൾ അവിടെ നിന്ന് മറ്റുള്ളവരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു. അതിന് പിന്നീട് ഇയാൾ വീട്ടിലെത്തി തോക്കെടുത്ത് വന്ന് കടയുടെ സമീപത്ത് നിന്ന് നിരവധി തവണ, 5-ലേറെ തവണ വെടിവെച്ചു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അതിനുശേഷം മടങ്ങി വരും വഴിയാണ് ഈ കടയിലും ഈ സംഭവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത സനലും പ്രദീപും ബൈക്കിൽ വരുന്നത്. ഈ അവിടെ ആള് കൂടുകയും ഈ പ്രതിയെ അവിടുത്തെ നാട്ടുകാർ മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ഇയാൾ വെടിവെക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ദൃക്സാക്ഷികൾ പറയുന്നത്. ആ വെടിയാണ് ഇടയിലേക്ക് വെച്ച വെടിയാണ് ഈ സനലിന് ഏറ്റത്. സനൽ അപ്പോൾ തന്നെ സംഭവ സ്ഥലത്ത് തന്നെ തലയ്ക്ക് വെടിയേറ്റ് സനൽ മരിച്ചു. കൂടെ ഉണ്ടായിരുന്ന പ്രദീപിനെ ഗുരുതര പരിക്കുകളോടെ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇയാൾ വെടിവെക്കാൻ ഉപയോഗിച്ച തോക്ക് വ്യാജമാണെന്നാണ് പോലീസ് പറയുന്നത്. 2014 ഇവിടെ മൂലമറ്റത്തിന് സമീപത്തുള്ള എടാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ഒരു ഇരുമ്പ് പണിക്കാരനെ കൊണ്ട് പണിയിച്ചതാണ്. ഇത് ഒരേ സമയം 2 തിര വരെ നിറയ്ക്കാൻ കഴിയുന്ന തോക്കാണെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പ്രതിയെ പിടികൂടുമ്പോൾ കാറിൽ ഉണ്ടായിരുന്ന തോക്കിൽ 2 തിര നിറച്ചിരുന്നു. 2 തിര പ്രതിയുടെ കൈവശവും കണ്ടെത്തി. ഇതിൽ മറ്റ് മുൻ വൈരാഗ്യങ്ങളോ സംഭവങ്ങളോ ഒന്നും ഉള്ളതായി നമുക്ക് ഇപ്പോൾ ആരും പറയുന്നില്ല. കാരണം പെട്ടെന്നുള്ള ഒരു പ്രകോപനമാണ് ഇയാളെ ഇത്തരത്തിലേക്ക് ഒരു വെടിവെക്കാനുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഇടുക്കി SP അടക്കമുള്ളവർ സംഭവ സ്ഥലത്തെത്തി. ഇപ്പോൾ പ്രതിയെ ഇന്നലെ തന്നെ പെട്ടെന്നുള്ള പ്രകോപനമാണെങ്കിലും തോക്കെടുക്കാൻ വേണ്ടി വീട്ടിൽ പോവുക, തോക്കെടുത്ത് വന്ന് കാറിലിരുന്ന നാട്ടുകാരെ തുരുതുരെ വെടിവെക്കുക. ഈ പ്രതിയുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പോലീസ് പറയുന്നത് എന്താണ്? ഇയാൾക്ക് എന്തിന്റെ പ്രശ്നമാണ്? ഗോപികൃഷ്ണൻ, ഇക്കാര്യങ്ങളെല്ലാം പോലീസ് അന്വേഷിച്ചു വരുന്നുള്ളൂ. കാരണം മറ്റൊരു ക്രിമിനൽ പശ്ചാത്തലം ഉള്ളതായി നാട്ടുകാർ പറയുന്നില്ല. ഇയാൾ വിദേശത്തായിരുന്നു. കുറച്ചു നാൾ മുമ്പാണ് പ്രതിയായ ഇയാൾ നാട്ടിൽ തിരിച്ചെത്തിയത്. നാട്ടുകാരുമായി ഒരുപാട് ഇടപഴകിയിരുന്നില്ല. ഇന്നലെ ഈ സമയത്ത് ഇയാൾ വളരെയധികം മദ്യപിച്ചിരുന്നതായാണ് കടയുടമയും ഈ പരിക്കേറ്റവർ ആശുപത്രിയിൽ എത്തിച്ച നാട്ടുകാരും അടക്കമുള്ളവർ പറയുന്നത്. ഇയാൾ മദ്യപിച്ചിരുന്നു, മദ്യലഹരിയിലായിരുന്നു. ഇതേ തുടർന്നാണ് ഭക്ഷണം തീർന്നു പോയി എന്ന് പറഞ്ഞപ്പോൾ കടയിൽ കിടന്ന് പ്രശ്നമുണ്ടാക്കിയതും വഴക്കുണ്ടാക്കിയതും. ഇതേ തുടർന്ന് വീട്ടിലെത്തി തോക്കെടുത്ത് മടങ്ങി കടയിലെത്തി വീണ്ടും വെടിവെച്ചു. അതിനുശേഷം തിരികെ മടങ്ങും വഴിയാണ് സനലിനെയും പ്രദീപിനെയും ആക്രമിച്ചത്. ഇവർ ഈ കേസുമായി യാതൊരു ബന്ധവും ഇല്ലാത്തവരാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവർ കടയിൽ വരികയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്തിരുന്നില്ല. ആ സമയത്ത് സംഭവം ഈ തട്ടുകടയിൽ നിന്നും ഏകദേശം 200 മീറ്ററോളം അകലെയാണ് ഇന്നലെ വെടിവെപ്പുണ്ടായ സ്ഥലം.
ഈ അവിടെ യാദൃശ്യമായി വന്നുപെട്ടവരാണ് ഈ സനലും പ്രദീപും എന്നാണ് ഇപ്പോൾ നാട്ടുകാർ നമ്മളോട് കടയുടമയും നാട്ടുകാരും എല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പെട്ടെന്നുള്ളൊരു പ്രകോപനത്തിലാണ്, അല്ലെങ്കിൽ മദ്യലഹരിയിലാണ് ഇയാൾ ഇത് ചെയ്തതെന്നാണ് പോലീസ് പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത്. അതായത് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇടുക്കി SP അടക്കമുള്ളവർ സ്ഥലത്തെത്തി. തൊടുപുഴ DYSPയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ഇയാൾ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ മനസ്സിലാവുള്ളൂ. ശരി സാർ. യാത്രക്കാരെ വലച്ച സ്വകാര്യ ബസ് സമരം 4ാം ദിനത്തിൽ. നിരക്ക് വർധന നടപ്പിലാക്കാതെ സമരം പിൻവലിക്കില്ലെന്ന നിലപാടിലാണ് ബസ് ഉടമകൾ. എന്നാൽ സർക്കാർ ഇതുവരെ ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല. ലിൻഷ മങ്കാടും സിജോ ബി ജോണുമാണ് ചേരുന്നത്. ആദ്യം ലിൻഷയിലേക്ക്. ലിൻഷ, നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ വടക്കൻ കേരളത്തെയാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതലായി ബാധിക്കുക. ഏറ്റവും അധികം ജനങ്ങൾ ബസ്സിനെ ആശ്രയിക്കുന്ന ഇടം. എന്താണ് അവിടുത്തെ അവസ്ഥ 4 ദിവസമായിട്ട്? ഗോപി പറഞ്ഞതുപോലെ തന്നെ വടക്കൻ ജില്ലയിൽ, കോഴിക്കോട് അടക്കമുള്ള വടക്കൻ ജില്ലയിൽ വലിയ ബുദ്ധിമുട്ടാണ് ജനങ്ങൾ നേരിടുന്നത്. ഇന്ന് ഞായറാഴ്ചയായതുകൊണ്ട് തന്നെ തിരക്ക് കുറയുമെന്നായിരുന്നു നമ്മുടെ ഒരു പ്രതീക്ഷ. എന്നാൽ നാളെയും മറ്റന്നാളും പണിമുടക്കായതിനാൽ കോഴിക്കോട് വലിയ ആൾക്കൂട്ടമുണ്ട്. 2 ദിവസത്തെ പണിമുടക്കിലുള്ള സാധനങ്ങൾ വാങ്ങാനുമായും മറ്റാവശ്യങ്ങൾക്കുമായി ടൗണിലേക്ക് ഇറങ്ങുന്ന ആളുകളുണ്ട്. നമുക്കറിയാം, ഇത് 3ാം ദിവസമാണ് ആളുകളെ ഇത്തരത്തിൽ വലയ്ക്കുന്നൊരു സമരം നടക്കുന്നത്. യാതൊരുവിധ ചർച്ചകൾക്കും തയ്യാറാവാതെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിലാണ് ഞാനിപ്പോഴുള്ളത്. ബസ് സ്റ്റാൻഡിൽ KSRTC ബസ്സുകൾ അകത്തേക്ക് കയറുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇന്നലെ 13 ബസ്സുകൾ KSRTC പുതിയതായി ഇവിടെ കോഴിക്കോട് ഇറക്കിയിരുന്നു. ഇന്ന് 27 ബസ് സർവീസുകൾ കൂടുതലായി ഉണ്ടാവുമെന്നും പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇത്തരത്തിലുള്ള തിരക്ക് നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് കണ്ടുവരുന്നുള്ളത്. ആളുകൾ ടൗണിലേക്ക്, എങ്ങനെയെങ്കിലും ടൗണിലേക്ക് എത്തുന്നവർ തിരിച്ചു പോകാൻ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഇവിടെ നിന്ന് ഒരാവശ്യത്തിനായും പുറത്തേക്ക് പോകാനുള്ള അവസ്ഥയില്ല. സ്കൂൾ കുട്ടികളായാലും ഇന്ന് ഞായറാഴ്ചയാണ്, വരുന്നത് 2 ദിവസങ്ങളിലും അവധിയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞായറാഴ്ച പരീക്ഷാകാലമായതിനാൽ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോലും എത്താനാവാത്ത ഒരു അവസ്ഥയുണ്ട്. അത്തരത്തിൽ ആളുകൾ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ചേട്ടാ, എവിടെ പോകാനാണ്? ഞാൻ അത്തോളി കൊടശ്ശേരിക്ക്. ബുദ്ധിമുട്ട് വെച്ചാൽ ഇപ്പൊ ഇന്നലെയൊക്കെ ഓട്ടോ വിളിച്ചിട്ടാണ് ഡ്യൂട്ടിക്ക് പോയത്. ഇന്നിപ്പോ ബസ്സില്ലാതെ 1/2 മണിക്കൂർ ഇവിടെ വന്ന് നിൽക്കുന്നു. ഇനിയിപ്പോ എന്തേ വണ്ടി കിട്ടിയാൽ പോണം. KSRTC വന്നാൽ കിട്ടും, അത്രയേ ഉള്ളൂ പറയാൻ പറ്റും. കാരണം പോലെ ടൈമിനൊന്നും വരില്ലല്ലോ. ഇപ്പൊ ഏതെങ്കിലും വന്നാൽ കിട്ടിയാൽ പോവാന്നുള്ള ലക്ഷ്യത്തിൽ വരികയാണ്, അല്ലാതെ വേറെ ഒരു രക്ഷയില്ലല്ലോ. അതാണ് ഗോപി പറയുന്നത്. KSRTC സർവീസുകൾ വളരെ കുറവാണ്. ഇന്ന് 27 സർവീസുകൾ കോഴിക്കോട് ജില്ലയിൽ KSRTC അധികമായി നടത്തുന്നുണ്ട്. പക്ഷേ ആളുകൾ, നമുക്ക് കാണാൻ പറ്റുന്നത് പോലെ തന്നെ ആളുകൾ, ടൗണിലേക്ക് എത്തുന്ന ആളുകൾക്ക് യാതൊരു തരത്തിലും ബസ്സുകളോ മറ്റ് വാഹനങ്ങളോ കിട്ടാനുള്ള സൗകര്യമില്ല. പക്ഷേ സ്വന്തം വാഹനങ്ങൾ വരുന്ന ആളുകൾ കൂടുതലായി വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ടൗണുകളിൽ വലിയ ഗതാഗത കുരുക്ക് കൂടി അനുഭവപ്പെടുന്നുണ്ട്. ഇതിന്റെ ഒരു വലിയ പ്രശ്നമായിട്ടും നമുക്ക് സൂചിപ്പിക്കാനാവും ഗോപി. നമുക്ക് സമാന്തര സർവീസുകളായി ജീപ്പുകളിലടക്കം ആളുകളെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു നിശ്ചിത സ്ഥലത്തേക്ക് ഒരു തുക വെച്ച് ആളുകളെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം ആളുകൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യത്തിലും നമുക്ക് സംശയമാണ്. പക്ഷെ എല്ലാവർക്കും ഈ ഒരു സൗകര്യം ഉപയോഗിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് ബസ് സമരം തീർച്ചയായും മറ്റെല്ലായിടത്തെയും പോലെ വലിയ പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്. ഗോപി, കൊച്ചിയിൽ നിന്നും സിജോയുടെ റിപ്പോർട്ടിലേക്ക്. സ്വകാര്യ ബസ്സുകളുടെ സമരം കാര്യമായി തന്നെ എറണാകുളം ജില്ലയിൽ ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കാണ് ബുദ്ധിമുട്ടുള്ളത്. അങ്ങോട്ട് ബസ് സർവീസുകളുടെ എണ്ണം വളരെയധികം കുറവാണ്. എങ്കിലും പരമാവധി ബസ്സുകളെ KSRTC സർവീസ് നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് കലൂരിലെ ബസ് സ്റ്റാൻഡാണ്. ഇന്ന് ഞായറാഴ്ച ദിവസമാണ്, അത്ര കാര്യമായ രീതിയിൽ തിരക്കില്ല. സാധാരണ സമരമില്ലാത്ത ദിവസങ്ങളിലൊക്കെ നിരവധി ബസ്സുകൾ ഈ സമയത്ത് ഇതുവഴി കടന്നു പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. പക്ഷേ ഇന്ന് അത്തരത്തിൽ ബസ്സുകളില്ല. ഒതുക്കിയിരിക്കുന്ന ഒരു ബസ് മാത്രമേ ഉള്ളൂ. എന്തായാലും സമരം പൂർണ്ണമായും പിൻവലിച്ചതിന് ശേഷം മാത്രമേ ഈ ബസ് ബസ്സുകൾ ഇങ്ങോട്ട് വരികയുള്ളൂ. അതുകൊണ്ടൊരു വിജനമായ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ ഈ കലൂർ സ്റ്റാൻഡ് ഉള്ളതെന്ന് പറയേണ്ടി വരും. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഈ നഗരപ്രദേശങ്ങളിൽ അത്ര കാര്യമായ ഈ സമരം ബാധിക്കുന്നില്ല. കാരണം KSRTC അധിക സർവീസുകൾ നടത്തുന്നുണ്ട്. അല്പസമയമെങ്കിലും ആളുകൾക്ക് കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ പലയിടങ്ങളിലേക്ക് പരമാവധി KSRTC സർവീസുകൾ നടത്തുന്നുണ്ട്. മാത്രമല്ല നിരവധി ഓട്ടോകൾ സർവീസ് നടത്തുന്നുണ്ട്. ഇവിടെ എത്തുന്ന ആളുകൾക്ക് ഈ ഓട്ടോയിൽ കയറി യാത്ര ചെയ്യാവുന്ന സൗകര്യമുണ്ട്. കൊച്ചി മെട്രോയെയാണ് കൂടുതൽ ആളുകളും ഈ സർവീസുകൾ വേണ്ടി ആശ്രയിക്കുന്നത്. കാരണം ഈ ദൂരദേശങ്ങളിലേക്ക് എത്തുന്ന ആളുകൾക്ക് ഇവിടെ എത്തിയതിന് ശേഷം ഈ സിറ്റിയിൽ ഈ മെട്രോയിൽ സഞ്ചരിച്ച് അവർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും എറണാകുളം ജില്ലയിൽ ഈ ഗ്രാമപ്രദേശങ്ങളിലേക്കുള്ള ആളുകൾക്കാണ് കാര്യമായ ബുദ്ധിമുട്ടുള്ളത്. നമുക്ക് യാത്രക്കാരോട് തന്നെ ചോദിച്ചു നോക്കാം എത്ര നേരമായി ഒരു കാത്തു നിൽക്കുന്നുണ്ട് കാര്യം.
ഇത് എവിടെ പോവാണ്? എങ്ങോട്ട് എവിടെ പോവാണ്? എത്ര നേരമായി കാത്തു നിൽക്കും ബസ്? ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. സാധാരണ ഇവിടെ വരുമ്പോൾ സ്ഥിരമായി വണ്ടി കിട്ടാറുള്ളതാണോ? കിട്ടാറുള്ളതാണ്. ഈ സമരം കാര്യമായ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? ഉണ്ട്. സിജു ആണ് വിവരങ്ങൾ നൽകിയത്. രാജ്യത്ത് കുതിച്ചുയർന്ന ഇന്ധനവില. പെട്രോൾ ലിറ്ററിന് 55 പൈസയും ഡീസലിന് 58 പൈസയും വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ 6 ദിവസത്തിനിടെ 5ാം തവണയും തുടർച്ചയായ 3ാം ദിവസവുമാണ് രാജ്യത്തെ ഇന്ധനവില കൂട്ടുന്നത്. 6 ദിവസം കൊണ്ട് പെട്രോളിന് 4 രൂപ 3 പൈസയും ഡീസലിന് 3 രൂപ 88 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. കൊച്ചിയിൽ 108 രൂപ 20 പൈസ പെട്രോളിന്, ഡീസലിന് 95 രൂപ 3 പൈസ. സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ആഹ്വാനം ചെയ്ത 2 ദിവസത്തെ ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും. ചൊവ്വാഴ്ച അർദ്ധരാത്രി 12 മുതൽ 12 മണി വരെയാണ് പണിമുടക്ക്. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന തൊഴിൽ നയത്തിനെതിരെയാണ് ദേശീയ തലത്തിൽ ദ്വിദിന പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇടവേള. സിൽവർ ലൈൻ സമരത്തിൽ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ ഉണ്ടെന്ന ആരോപണം ആവർത്തിച്ച് മന്ത്രി സജി ചെറിയാൻ. അലൈൻമെന്റിൽ മാറ്റം വരുത്തിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്. സ്വത്ത് വിവാദം തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും. പിതാവ് നൽകിയ സ്ഥലത്ത് ലോൺ എടുത്താണ് വീട് നിർമ്മിച്ചത്. തന്റെ കാലശേഷം സകല സമ്പാദ്യങ്ങളും കരുണ പാലിയേറ്റീവിന് കൊടുക്കാനാണ് തീരുമാനമെന്നും മന്ത്രി LDF സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പറഞ്ഞു. ഭീകര പ്രവർത്തനത്തിന്റെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം താല്പര്യങ്ങളോടുകൂടി ചില ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതാണ് പറഞ്ഞത്. ഈ ആയുധങ്ങൾ എടുത്ത് ഉപയോഗിക്കാൻ ശ്രമിച്ചതും ഈ കയറ് കത്തിച്ച് ഭീഷണി മുടക്കിയല്ല മണ്ണെണ്ണ കൊണ്ട് കത്തിക്കുമെന്ന് പറഞ്ഞൊക്കെ അതിന്റെ ഭാഗമായിട്ടാണ് അവരാണ് പരിശീലിപ്പിക്കുന്നത്. അത്തരം തീവ്രവാദ മനോഭാവമുള്ള സംഘടനകൾ നമ്മുടെ നാട്ടിൽ ഈ സമരത്തിന് പിന്നിലുണ്ട്. അത് UDF BJP ഒന്നുമല്ല. അപ്പൊ ആരാ തീവ്രവാദികളെന്ന് ഇത്രയും ദീർഘകാലത്തെ എന്റെ പൊതുപ്രവർത്തനയിൽ ഒരുത്തന്റെ ഒരു കടിഞ്ചായ എനിക്ക് വാങ്ങിക്കേണ്ടി വന്നില്ല. അത് ഞാൻ തീർച്ചിട്ടു. ഞാൻ ജനിച്ചത് നല്ല ഒന്നാം തരം ഒരു സാമ്പത്തിക അടിത്തറ കുടുംബത്തിലാണ്. എന്റെ അടിത്തറയുള്ള സാമ്പത്തിക അടിത്തറ കുടുംബത്തിൽ നിന്ന് എനിക്കിതിനും ആവശ്യമില്ല. എന്റെ രാഷ്ട്രീയ വളർച്ചയിൽ ഞാൻ വിചാരിച്ചതിനപ്പുറം എന്റെ പാർട്ടി എന്നെ സംരക്ഷിക്കും. എന്നെ എത്ര വേണേലും ചീത്ത വിളിച്ചോളാം, പക്ഷെ കരുണയൊന്നും പറയരുത്. കാരണം അതേ തൊട്ടവനൊന്നും പിന്നെ രക്ഷപ്പെട്ടിട്ടില്ല. റഷ്യൻ പ്രസിഡന്റ് സ്ഥാനത്ത് വ്ളാഡിമിർ പുടിൻ തുടരാൻ പാടില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. പോളണ്ട് തലസ്ഥാനം വാഴ്സോയിൽ സംസാരിക്കുമ്പോഴായിരുന്നു ബൈഡന്റെ പരാമർശം. എന്നാൽ ബൈഡന്റെ പരാമർശത്തിനെതിരെ റഷ്യ രംഗത്തെത്തി. റഷ്യ ഭരിക്കുന്നത് ആരെന്ന് തീരുമാനിക്കുന്നത് ബൈഡൻ അല്ലെന്നും റഷ്യയിലെ ജനങ്ങളുടെ തീരുമാനമാണിതെന്നും ക്രെംലിൻ വക്താവ് പറഞ്ഞു. ഇതിന് പിന്നാലെ വിശദീകരണവുമായി വൈറ്റ് ഹൌസും രംഗത്ത് വന്നു. റഷ്യയിലെ അധികാരമാറ്റമല്ല ഉദ്ദേശിച്ചതെന്നാണ് വൈറ്റ് ഹൌസിന്റെ വിശദീകരണം. അയൽ രാജ്യങ്ങളിൽ പുടിൻ അധികാരപ്രയോഗം നടത്തുന്നതിനെയാണ് ബൈഡൻ ചൂണ്ടിക്കാട്ടിയതെന്നും വൈറ്റ് ഹൌസ് വക്താവ് പറഞ്ഞു.